ഇന്ത്യയുമായി കളിച്ചിട്ട് BBC മതിയായി എന്നാണ് തോന്നുന്നത്. ചരിത്രത്തിലാദ്യമായി BBC തങ്ങളുടെ ലൈസൻസ് മറ്റൊരു കമ്പനിക്ക് നൽകാൻ പോകുകയാണ്. 2002 ഗുജറാത്ത് ഗോത്ര കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി BBC പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയിൽ ആ ഡോക്യുമെന്ററിക്ക് പ്രദർശനാനുമതി ലഭിച്ചിരുന്നില്ല. യൂട്യൂബിൽ മറ്റുനിന്നും മോഡി ദ ഇന്ത്യ ക്വസ്റ്റ്യൻസ് എന്ന ആ ഡോക്യുമെന്ററി മാറ്റാൻ ഗവൺമെന്റ് അഭ്യർത്ഥിച്ചെങ്കിലും ഇപ്പോഴും ഇന്ത്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിൽ ആ ഡോക്യുമെന്ററി ലഭ്യമാണ്. അതിനുശേഷം BBCയുടെ ഡൽഹിയിലെയും ബോംബെയിലെയും ഓഫീസുകൾ ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് വളരെയധികം നടപടികൾ BBCക്ക് നേരിടേണ്ടതായും വന്നു. പിന്നീട് 40 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി BBC സമ്മതിച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 2 ഭാഗങ്ങളായി സംപ്രേഷണം ചെയ്ത ആ ഡോക്യുമെന്ററിയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിലും ഒച്ചപ്പാടുണ്ടായി. പ്രധാനമന്ത്രി മോദിയുടെ പങ്കിനെക്കുറിച്ച് ചോദിച്ച പാകിസ്ഥാൻ വംശജനായ MP ചോദ്യത്തിന് മറുപടിയായി ഋഷി സുനക് മോദിയെ പിന്താങ്ങി സംസാരിച്ചതും ചർച്ചയായിരുന്നു. ഇതിനെയൊക്കെ തുടർന്നാണ് BBC തങ്ങളുടെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിച്ച് തങ്ങളുടെ ലൈസൻസ് കളക്റ്റീവ് ന്യൂസ് റൂം എന്ന കമ്പനിക്ക് കൈമാറാൻ പോകുന്നത്. പുതിയ കമ്പനിയിൽ 26% ഓഹരിക്ക് വേണ്ടി BBC ഇപ്പോൾ ഗവൺമെന്റിനോട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്.